Good morning, everybody. Today, നമ്മൾ ഗോവയിലെ നോർത്ത് സൈഡ് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നോർത്ത് സൈഡിൽ വിവിധ സ്ഥലങ്ങൾ, സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ചർച്ചടക്കം, ബീച്ചടക്കം, നമ്മുടെ ഗോവയിലെ തനതായിട്ടുള്ള ലിക്വർ, പെനി, അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. नमस्कार, गोवा टूर के लिए निकले यहाँ पे साउथ टूर और नॉर्थ भी थोड़ा कवर करेंगे. बीचेस, फोर्ट, 500 years old फोर्ट और देखेंगे. It's been too long now. I think that I want a second guess you, a second guess me, a second guess them. Don't second guess me. Live in the moment, 'cause we are so free. And in this moment, life is like a dream. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോവയിൽ അഗോഡ ഫോർട്ടിൻ്റെ ഏരിയയിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ദൃശ്യങ്ങളാണ് പോർട്ടുഗീസ് ആധിപത്യത്തിൽ പോർട്ടുഗീസുകാർ പണി കഴിപ്പിച്ചിട്ടുള്ള അഗോഡ ഫോർട്ടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. Silence in the background, violence in your eyes now. Remember that time you gave your heart to me. Remember that time when life was like a dream. You know what I know. You know what I know. I need to hold you close to me, to me, to me, to me, yeah. ഫോർട്ട് അഗോഡയുടെ എൻട്രൻസിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ എൻട്രൻസിലൂടെയാണ് ഈ ഫോർട്ടിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് പോകാം കാഴ്ചകളും വിശേഷങ്ങളുമായി ഫോർട്ട് അഗോഡയ്ക്കുള്ളിലേക്ക്. ഫോർട്ട് അഗോഡയുടെ ഉള്ളിൽ നിന്നുള്ള വശത്തെ കായൽ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശാലമായ ഗോവൻ തീരം, അതിൻ്റെ വശത്താണ് ഫോർട്ട് അഗോഡ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ചുറ്റും കാനലുകൾ സൃഷ്ടിച്ച് വെള്ളം കടത്തിവിട്ട് ഈ ഫോർട്ട് ഒരു സേഫ് സോണിലാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ മനോഹരമാണ്. ഇതതിൻ്റെ വാച്ച് ടവറായിട്ട് വരും. ശത്രുക്കളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫോർട്ടിൽ സൃഷ്ടിച്ചിരിക്കുന്ന വാച്ച് ടവറാണ് ഇത്. 1500കളിൽ ബീജാപ്പൂർ സുൽത്താൻ്റെ കൈവശത്തിലായിരുന്നു. അതിനുശേഷം ആണ് പോർട്ടുഗീസുകാർ ഇത് പിടിച്ചെടുത്തത്. ഡച്ച് ആധിപത്യത്തിലും ഉണ്ടായിരുന്നതായിട്ടാണ് ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ മൂമെൻറ്റ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഫോർട്ടിൻ്റെ പുറകു വശത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മുമ്പ് സൂചിപ്പിച്ച പോലെ സെൻട്രൽ വാച്ച് ടവറാണ്. ഈ കാണുന്ന ഭാഗത്തൂടെ വെള്ളം കടത്തിവിട്ട് ഈ കോട്ടയ്ക്ക് ചുറ്റും സംരക്ഷണ കവചം ഒരുക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനോഹരമായ ഒരു ബിൽറ്റാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്നത്തെ കാലത്തുള്ള എർത്ത് വൈക്കിനെയും എല്ലാം അതിജീവിക്കുന്ന രീതിയിൽ വെട്ടുകല്ല് കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഇത്രയും ഉയരത്തിലാണ് പണിതിരിക്കുന്നതെങ്കിലും അതിൻ്റെ സ്ലാൻഡിങ് എല്ലാം വളരെ മികവുറ്റതാണ്. ഇത് ഈ ഫോർട്ടുകളുടെ എല്ലാം കൺസ്ട്രക്ഷൻ ആധുനിക എഞ്ചിനീയറിങ്ങിന് പോലും കിടപിടിക്കുന്ന രീതിയിലാണ്. വളരെ മനോഹരമായി ഈ ഫോർട്ടും അതിൻ്റെ പരിസരവും ഗവൺമെൻറ് സംരക്ഷിച്ചിരിക്കുന്നു. വശത്തു നിന്നുള്ള മുമ്പ് സൂചിപ്പിച്ച പോലെയുള്ള
to me. Remember that time തീരദേശത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. you know what I know. You know what I know. I need to hold you close to me. ഫോർട്ട് അഗോഡയിലെ ഒരു ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി, ഒരു വെള്ളം പ്രിസർവ് ചെയ്യുന്നതിനുള്ള ഒരു ടാങ്കാണ് സെൻട്രൽ കാണുന്നത്. ഈ വശത്ത് കാണുന്നത് വാച്ച് ടവറാണ്. അന്നത്തെ കാലത്ത് യുദ്ധഭൂമിയിൽ ഭടന്മാരെല്ലാം വളരെ സെക്യൂറായി ഫോർട്ടിനുള്ളിൽ കഴിയുമ്പോൾ അവർക്കുള്ള വെള്ളവും മറ്റ് സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് സെൻട്രൽ കാണുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോർട്ടിൽ നിന്നുള്ള ഗോവയുടെ തീരങ്ങളിലെ ദൃശ്യമാണ്. ഇതിൽ ഇപ്പം നമ്മൾ കാണുന്ന ഈ ബിൽഡിങ്ങാണ് ഗവർണറുടെ റെസിഡൻസ്. ഗവർണർ കേരളത്തിൻ്റെ തന്നെ നമ്മുടെ അഭിമാനമായിട്ടുള്ള ഗവർണർ ശ്രീധരൻപിള്ള സാറിൻ്റെ വസതി രാജ്ഭവനാണ് ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നത്. ഏകദേശം 3 വശവും ചുറ്റപ്പെട്ട കടൽ ഉള്ള ഒരു ഐലൻഡ് എന്ന് തന്നെ പറയാം രാജ്ഭവന്. രാജ്ഭവൻ്റെ ദൃശ്യങ്ങളാണ് ഈ ഫോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫോർട്ട് അഗോഡയുടെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ദൃശ്യമാകുന്നതിന് വീഡിയോ ഷെയർ ചെയ്യുക. മറ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.